ഹലോ ഗേസ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താനാണേ. ഇത് ഒരു കലാകാരിയുടെ റൂമാണ്. ഇവിടുത്തെ ഡെക്കറേഷനാണ് ഇതെല്ലാം. പിന്നെ ഇവിടെ ഒരു ലൈറ്റുണ്ട്. ഇത് പുള്ളിക്കാരി ഓൺലൈൻ മേടിച്ചതാണ്. ഇതാണ് ലൈറ്റ്. ഇതിപ്പോൾ ഓണാക്കി കാണിക്കാവേ. ഇത് ഞെക്കുമ്പോൾ ഓഫാകും, ഓണാകും പല കളർ വരും. പിന്നെ അതിൻ്റെ റിമോട്ട് ഇതാണ് റിമോട്ട്. ഇത് ഓൺ ഓഫ് ഇതാണ്ട്. കളർ മാറണമെങ്കിൽ ഇത് വേണം. പിന്നെ ഓൺ ഓഫ് ആക്കണമെങ്കിൽ ഈ സ്വിച്ച് മതി. ഇതാണ്. പിന്നെ ഇതിപ്പോൾ ഇത് പവർ ബാങ്ക് ഞങ്ങൾക്ക് മൈജിന്ന് ഫ്രീ കിട്ടിയതാണ്. ഫോൺ മേടിച്ചപ്പോൾ മൈജിന്ന് ഫ്രീ കിട്ടിയ പവർ ബാങ്ക് ഇത് ഫോണിൻ്റെ കൂടെ. അതല്ല ഇപ്പോൾ ഈ ലൈറ്റ് കുത്തിയിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ പുള്ളിക്കാരത്തി പേപ്പർ വെച്ച് ചെയ്തിരിക്കുന്നത്. കട്ടിയുള്ള പേപ്പർ, ഇത് കാർഡ്ബോർഡ് പോലത്തെ പേപ്പർ വെച്ച് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പിന്നെ ഇത് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയത്. ക്ലേ കൊണ്ട് പുള്ളിക്കാരി തന്നെ ചെയ്തതാണ്. ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇനി ഇത് കണ്ടോ, ഇതൊക്കെ ക്ലേ കൊണ്ടുള്ള പരിപാടിയാണ്. ഇതെല്ലാം ക്ലേ കൊണ്ടുള്ള ഈ സാധനങ്ങൾ മൊത്തം. അവക്കാഡോ പകുതി മുറിച്ച അവക്കാഡോയാണ്. ഇത് അവക്കാഡോ, ഇതും ക്ലേ കൊണ്ടുള്ള ഈ സാധനങ്ങളൊക്കെ. ഇത് കൂണ്, ഇത് കേക്ക്, ഐസ്ക്രീം. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ. പിന്നെ ഇത് ഞങ്ങളൊരു പുറത്തുനിന്ന് മേടിച്ചൊരു കടയിൽ നിന്ന് മേടിച്ചൊരു ബൾബ് ലൈറ്റാണ്. ഇത് ഓണാക്കി കണ്ടോ. ഇത് നല്ല അടിപൊളി, രാത്രി കാണാൻ നല്ല രസമാണ് ഇത്. പിന്നെ പുള്ളിക്കാരി മേടിച്ച ഈ ഒരു ടേബിൾ ലാമ്പ്. ഇതിങ്ങനെ ടച്ച് ചെയ്താൽ മതി. ഇവിടെ ടച്ച് ചെയ്യുമ്പോഴേ ഓഫാകും, ഓണാകും. രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്യണം, അത് ഓണാകും. എനിക്കിതൊന്നും കറക്റ്റ് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ പുള്ളിക്കാർ തന്നെ വരയ്ക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും ആരെയും കാണിക്കുകയില്ല. എല്ലാം ഈ റൂമിൽ തന്നെ ഒതുക്കി വെക്കും. ഒന്നും ആരും കാണുന്ന വിളിക്കുന്ന നാണക്കേടാണ്. സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യുമെങ്കിൽ ഇതൊന്നും ആരെയും പരിചയപ്പെടുത്തത്തില്ല, കാണിക്കത്തില്ല. ആരെങ്കിലും വരുമ്പോൾ റൂമിൽ കയറി ഇടിച്ച് കയറി കണ്ടു, അല്ലെങ്കിൽ ആരും കാണിക്കുകയില്ല. എല്ലാം വിളിക്ക് നാണക്കേടാണ്. ഇനി ഇത് ലൈറ്റ് ഓഫ് ചെയ്യാം. ഇതുണ്ട്. ഇതൊക്കെ ബ്രഷും കാര്യങ്ങളൊക്കെ വരയ്ക്കാനുള്ള ബ്രഷുകൾ എല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുക. ഇതൊക്കെ BTSൻ്റെ പുള്ളിക്കാരി BTS ഫാനാണ്. ഇതാണ്. ഇതൊരു ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന എന്താ BTSൻ്റെ. ഇതിങ്ങനെ നനയ്ക്കാൻ കുറേ നേരം തലയാട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതാണ് പുള്ളിക്കാരുടെ പെയിൻറ്റുകൾ. പെയിൻറ്റ് ഇതെല്ലാം പെയിൻറ്റാണ്. ഇതുണ്ടോ. പിന്നെ ഇത് ക്ലേ. ഇതിനകത്ത് ഇതൊക്കെ നിറച്ച് ക്ലേയാണ്. ഇതുണ്ട്. ഓരോ സാധനം ഉണ്ടാക്കാനായിട്ട് മേടിച്ച് വെച്ചിരിക്കുക. എല്ലാം ക്ലേ ആക്കുന്നു വേണ്ടിയുള്ള. പിന്നെ ഇതും പെയിൻറ്റാണ്. ഇതൊക്കെ ഫെവിക്രിൽ പെയിൻറ്റ്.
കക്ഷി ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇത് തെർമോക്കോൾ വെച്ച് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് തെർമോക്കോൾ വെച്ച് ചെയ്തിരിക്കുന്നത് എന്നാ, ഇത് കമ്മലൊക്കെ കുഞ്ഞിലേ മുതലെയുള്ള കളക്ഷനാണ്. എന്നിട്ടിത് തെർമോക്കോൾ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ട് അതേലാണ് ഇതെല്ലാം കുത്തി വെക്കുന്നത്. അപ്പം എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാം, ഉപയോഗിക്കാം. പിന്നെ ഇതും അതുപോലെ തന്നെ മാല, കമ്മൽ, കുഞ്ഞിലേ മുതലേ ഉള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. രണ്ടും തെർമോക്കോളാണ്, ഇതും തെർമോക്കോളാണ്. എന്താ മോതിരമൊക്കെ ഇങ്ങനെ ഒക്കെ പെട്ടെന്ന് ഇതൊക്കെ എടുക്കുക, തിരിച്ച് വെക്കുക ഒക്കെ ചെയ്യാം. ഇതൊരു ആരോ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തൊരു ആമയുടെ മോതിരം. ആമ എന്താ ഇത് മോതിരം. കുറേ സാധനങ്ങളുണ്ട്. മാലകൾ, മോതിരം, കമ്മൽ. എവിടെയെങ്കിലും പോകുമ്പം കൊണ്ടുപോകും, എടുത്തുകൊണ്ട് അതുപോലെ തന്നെ വരുമ്പോൾ ഇതേ കുത്തിവെക്കും. അപ്പോൾ പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം. ഇതെല്ലാം പുള്ളിക്കാരുടെ കളക്ഷൻ. ഇതെല്ലാം പിന്നെ ഞങ്ങൾ കളഞ്ഞത് ഈ കണ്ണാടി ഞങ്ങൾ കളഞ്ഞ കണ്ണാടിയാണ്. പുള്ളിക്കാരി അതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്ത് എടുത്ത് ഇതുപോലെ ആക്കി. ഇതേ കണ്ണാടി ഇങ്ങനെ ആക്കി കണ്ണാടി. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ നെയിൽ പോളിഷ് വെക്കുന്ന. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊക്കെ കണ്ടത്. വെറുതെ കയറി റൂമൊന്ന് ക്ലീൻ ആക്കാൻ നോക്കിയപ്പോൾ ഈ സാധനങ്ങളൊക്കെ കണ്ട്. ഇതുണ്ടോ, ഫോണിൻ്റെ കവർ കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഫോണിൻ്റെ കവർ കൊണ്ടാണ് ഈ സാധനം ഇത് ചെയ്തിരിക്കുന്നത്. കണ്ടൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടോ, ഫോണിൻ്റെ കവർ കൊണ്ട് നെയിൽ പോളിഷിൻ്റെ ബോക്സ് ചെയ്തിരിക്കുക. പിന്നെ ഇത് പുള്ളിക്കാരുടെ ഇഷ്ടപ്പെട്ട ഇതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയപ്പോൾ മേടിച്ചതാണ്. പുള്ളിക്കാരുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഈ സാധനമൊക്കെ ക്യാൻറ്റീനിൽ കിട്ടുമല്ലോ. അപ്പോൾ ഇത് എക്സ് സർവീസ് ആയതുകൊണ്ട് ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയത്. പുള്ളിക്കാരനോട് പോകുമ്പോൾ പറഞ്ഞു വിടും, അച്ഛാ എനിക്ക് ഈ ബ്രാൻഡ് പെർഫ്യൂം വേണം. പുള്ളിക്കാരൻ കുറേയൊക്കെ തപ്പി 2-3 തവണ കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വഴക്ക് പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റിയല്ല, പോയി മേടിച്ചോണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇത് മേടിച്ചു. ഇതും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ബെല്ലാവിറ്റ. വേണ്ട, ഇത് നല്ലൊരു ലൈറ്റ്. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഇത് നമ്മുടെ നൈറ്റിയിലോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പിലൊക്കെ കുത്തി വെക്കാം. രാത്രി ചിലപ്പോൾ പെട്ടെന്ന് കറണ്ട് പോകുമ്പോഴൊക്കെ എടുക്കാമല്ലോ. ഇത് ടോർച്ച് പോലെ ഉപയോഗിക്കാം. താഴോട്ട് പ്രസ് ചെയ്താൽ ഇത് വേണ്ട എമർജൻസി ലൈറ്റ് പോലെ ഉപയോഗിക്കാം. പിന്നെ ഒരു ഗുണമുണ്ട്, ഇത് ചാർജ് ചെയ്യാവുന്നത്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ആ ചാർജർ കൊണ്ട് തന്നെ ചാർജ് ചെയ്യാം. ഇത് ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ കുറച്ച് ദിവസം നിൽക്കും. പിന്നെ വെറും 140 രൂപയ്ക്കാണ് ഞങ്ങൾ മേടിച്ച ഈ സാധനം. വലിയ ടോർച്ച്, വലിയ വില കൊടുത്ത് മേടിക്കുന്നതിലും വളരെ നല്ല ടോർച്ച്. ഇത് എവർഡിയുടെയാണ്, കമ്പനിയുടെയാണിത്. പിന്നെ ഇത് പവർ ബാങ്ക് ഞാൻ പരിചയപ്പെട്ടില്ല. ഞങ്ങൾ മൈജി പോയി ഫോൺ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇത് ഫ്രീ കിട്ടിയതാണ്. ഇപ്പം ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈയിടെയൊക്കെ മഴയായിരുന്നുകൊണ്ട് ഞങ്ങളിത് ഫുൾ ചാർജ് ചെയ്ത് വെച്ചിരുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ലെന്നല്ല, പുള്ളിക്കാരിക്ക് നാണമാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്ന കാര്യം. ഇത് വരച്ചിരിക്കുന്നത് എനിക്കിതൊക്കെ നിങ്ങളെ കാണിക്കാൻ ഭയങ്കര, നമുക്കതൊരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത്.
കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെ കൂടെ കാണിക്കണം എന്ന് ആഗ്രഹം തോന്നി. അതുകൊണ്ട് ആണ് ഞാൻ വീഡിയോ ചെയ്തത്. താങ്ക് യു.